IPL-ന്റെ 17ാം സീസണിലെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം വിവാദങ്ങളെ കൊണ്ട് വൈറലായിരിക്കുകയാണ്. സഞ്ജു സാംസണിന്റെ വിക്കറ്റിനെ ചൊല്ലിയാണ് വലിയ വിവാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ 46 പന്തിൽ 86 റൺസാണ് സഞ്ജു സാംസൺ നേടിയത്. മുകേഷ് കുമാറിന്റെ പന്തിൽ സിക്സറിന് ശ്രമിച്ച സഞ്ജുവിനെ ബൗണ്ടറി ലൈനരികെ യാഷ് ഹോപ്പ് ക്യാച്ചെടുത്ത് പുറത്താക്കുകയായിരുന്നു. എന്നാൽ ക്യാച്ചെടുക്കുമ്പോൾ ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നോ എന്ന സംശയം സജീവമായിരുന്നു. തേർഡ് അമ്പയർ വേണ്ടത്ര പരിശോധനകളില്ലാതെ ചുടുക്കപ്പെട്ട് തീരുമാനമെടുത്താണ് സഞ്ജുവിനെ ഔട്ടാക്കിയത്. ഒട്ടുമിക്ക പ്രമുഖരും സഞ്ജുവിനെ പിന്തുണച്ച് ഇത് നോട്ട് ഔട്ടാണെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് ഇത് ഔട്ടാണെന്ന ശക്തമായ നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മത്സരശേഷവും ഇതേ നിലപാടിൽ ഡൽഹി ഉറച്ചു നിൽക്കുകയും ചെയ്തു. സഞ്ജു തേർഡ് അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഫീൽഡ് അമ്പയറോട് സംസാരിച്ചപ്പോൾ ഡൽഹി ടീമുടമയടക്കം സഞ്ജുവിനോട് വളരെ മോശമായാണ് പെരുമാറിയത്. ഇപ്പോഴിതാ മത്സരശേഷം സഞ്ജു സാംസണിനെ ചേർത്തുപിടിച്ച് എല്ലാവരുടെയും കയ്യടി നേടിയിരിക്കുകയാണ് ഡൽഹി സ്പിന്നർ കുൽദീപ് യാദവ്. ചേട്ട എന്ന് കുറിച്ച് ലവ് ഇമോജിക്കൊപ്പം സഞ്ജുവിനെ മെൻഷൻ ചെയ്താണ് കുൽദീപ് യാദവിന്റെ പോസ്റ്റ്. സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുൽദീപിന്റെ ചിത്രവും ഇതിനോടൊപ്പമുണ്ട്. ഡൽഹി ടീമിലെ ഏക മാന്യനാണ് കുൽദീപ് യാദവ് എന്നാണ് ആരാധകർ ഇതിനോട് പ്രതികരിക്കുന്നത്. സഞ്ജു സാംസണിനോട് വലിയ സൗഹൃദം കുൽദീപിനുണ്ട്. അതുകൊണ്ടാണ് തോൽവിയിലും സഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ കുൽദീപ് തയ്യാറായത്. സഞ്ജുവിന്റെ വിക്കറ്റിന്റെ സത്യാവസ്ഥ കുൽദീപിനറിയാം. അതുകൊണ്ടാണ് സഞ്ജുവിനെ പിന്തുണച്ച് അത്തരമൊരു പോസ്റ്റ് ഇട്ടതെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. എന്തായാലും സഞ്ജുവിനെ പിന്തുണച്ചുള്ള കുൽദീപിന്റെ പോസ്റ്റ് ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. ഡൽഹിയുമായുള്ള മത്സരത്തിൽ അനായാസം വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു രാജസ്ഥാൻ. ഇതിനിടെയാണ് സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടമാവുന്നത്. 46 പന്ത് നേരിട്ട സഞ്ജു 86 റൺസും നേടിയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത്. സഞ്ജു ഔട്ടാണെന്ന തീരുമാനം തേർഡ് അമ്പയർ വേണ്ടത്ര പരിശോധനകളില്ലാതെയാണ് എടുത്തത്. മത്സരത്തിനിടെ വൈഡ് പരിശോധിക്കാൻ 3 മിനിറ്റോളം സമയമെടുത്ത അമ്പയർ സഞ്ജുവിന്റെ വിക്കറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ വിധിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി.